Divisional Accountant Officer Important Question Discussion Chapter 6 Part 3 Self-Balancing ലെഡ്ജറിൽ വർക്കിംഗ് ഓഫ് ദി സിസ്റ്റവും കൺട്രോൾ അക്കൗണ്ട്സുമാണ് നമ്മൾ ഇന്നത്തെ പാർട്ടിൽ നോക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 29 വർക്കിംഗ് ഓഫ് സെൽഫ് ബാലൻസിങ് ഇൻ ഡെറ്റർ ലെഡ്ജർ. അപ്പം നമ്മുടെ ഒരു ഡെറ്റർ ലെഡ്ജറിൽ സെൽഫ് ബാലൻസിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് താഴെ പറയുന്നത്. ദ ഡെറ്റർ ലെഡ്ജർ കണ്ടെയ്ൻസ് ദ പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് ട്രേഡ് ഡെറ്റേഴ്സ് ഉള്ളി. അപ്പം ഡെറ്റർ ലെഡ്ജറിൽ എന്താണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ട്രേഡ് ഡെറ്റർ, അതായത് സെയിൽസ് നടത്തുന്ന ആളാണ് ഡെറ്റർ എന്ന് പറയുന്നത്. അപ്പം ട്രേഡ് ഡെറ്ററുടെ പേഴ്സണൽ അക്കൗണ്ട്സ് ആണ് എന്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഡെറ്റർ ലെഡ്ജറിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ്, ദ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഈസ് ഇൻസേർട്ടഡ് അറ്റ് ദ എൻഡ് ഇൻ ഡെറ്റർ ലെഡ്ജർ ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് ഇറ്റ് സെൽഫ് ബാലൻസിങ് ബൈ പ്രൊവൈഡിങ് ദ നെസസറി ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് ഫോർ ഓൾ എൻട്രീസ് റിലേറ്റഡ് ടു ഡെറ്റർ ലെഡ്ജർ. അപ്പം ട്രേഡ് ഡെറ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ എൻട്രീസും അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ് കഴിഞ്ഞിട്ട് വരുന്ന ബാക്കിയുള്ള എൻട്രീസൊക്കെ നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. എന്തുമായി ബന്ധപ്പെട്ട? ട്രേഡ് ഡെറ്ററുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ ട്രേഡ് ഡെറ്ററുടെ പേഴ്സണൽ അക്കൗണ്ട്സ് എവിടെയാണ് കാണിക്കുന്നത്? ഡെറ്റർ ലെഡ്ജറിലാണ് കാണിക്കുന്നത്. അപ്പം ആ ഒരു എൻഡ് കഴിഞ്ഞിട്ടും ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ ആ ഒരു ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന എൻഡ് കഴിഞ്ഞിട്ട് വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സുകളൊക്കെ നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. നെക്സ്റ്റ്, ഫോർ സെൽഫ് ബാലൻസിങ് ഓൾ ഐറ്റംസ് അപ്പിയർ ഇൻ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദി പേഴ്സണൽ അക്കൗണ്ട് ഓഫ് ദി ട്രേഡ് ഡെറ്റർ ബി റെക്കോർഡഡ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഇൻ ഡെറ്റർ ലെഡ്ജർ ആൻഡ് ദോസ് അപ്പിയർ ഓൺ ദെയർ ക്രെഡിറ്റ് സൈഡ് ഷുഡ് ബി റെക്കോർഡഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ്. അപ്പം നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട്സിൽ ഒരു സെല്ലറുടെ അല്ലെങ്കിൽ ട്രേഡറുടെ അക്കൗണ്ട്സുകൾക്ക് എന്ത് ബാലൻസ് ആയിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. സോ അപ്പം ഐറ്റംസ് എവിടെ കാണിക്കും? ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സും പിന്നെ എന്താണ് ഇതിൻ്റെ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സിൽ ക്രെഡിറ്റ് സൈഡിലും പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലുമാണ് ഐറ്റംസ് അപ്പിയർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അടുത്തത്, ഫോർ ദിസ് പർപ്പസ് വി ഓൺലി ടേക്ക് ദ ടോട്ടൽ ഓഫ് സച്ച് ഐറ്റംസ് ഫോർ ദ പീരീഡ് ആസ് ഹോൾ ആൻഡ് പാസസ് ദ നെസസറി ജേണൽ എൻട്രീസ്. അപ്പോൾ എന്താ അടുത്തത് പറയുന്നത്? ഫോർ ദിസ് പർപ്പസ് ഈ ഒരു അക്കൗണ്ട്സ് എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മൾ ടേക്ക് ദ ടോട്ടൽ ഓഫ് സച്ച് ഐറ്റംസ് അപ്പിയർ ഓൺ ദ ഹോൾ. അപ്പോൾ നമ്മൾ ആ ഐറ്റംസിൻ്റെ ഇപ്പം ഡെറ്റേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ടോട്ടലാണ് നമ്മൾ എടുക്കുന്നത്. ആ ഒരു പീരീഡിൽ വന്ന ടോട്ടൽ അല്ലെങ്കിൽ ഹോൾ എമൗണ്ട് ആണ് നമ്മൾ എന്തായിട്ട് ജേണൽ എൻട്രി പാസ് ചെയ്ത് എഴുതുന്നത്. ആഫ്റ്റർ പാസിങ് ദ ജേണൽ എൻട്രി ദ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ഷാൽ ബി അപ്പിയർ. അപ്പം ജേണൽ എൻട്രി പാസ് ചെയ്യുമ്പം നമ്മൾ എന്ത് ചെയ്യും? ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സിൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ലെഡ്ജർ വിൽ അപ്പിയർ. അപ്പം അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്താണ് അപ്പിയർ ചെയ്യുന്നത്? ഡെറ്റർ ലെഡ്ജർ, അതായത് ട്രേഡ് ലെഡ്ജറാണ് നമ്മൾ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. ദ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഇൻ ദ ഡെറ്റർ ലെഡ്ജർ ഹാസ് ദ നെസസറി കറസ്പോണ്ടിങ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഓഫ് ഓൾ എൻട്രീസ് റിലേറ്റഡ് ടു ട്രേഡ് ഡെറ്റർ. അപ്പോൾ ട്രേഡ് ഡെറ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ എവിടെ കാണിക്കും? ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കും. ദിസ് മേക്ക് ഇറ്റ്സ് സെൽഫ് ബാലൻസിങ് ആൻഡ് നൗ എ സെപ്പറേറ്റ് ട്രയൽ ബാലൻസ് ക്യാൻ ബി പ്രിപ്പയർഡ് സെപ്പറേറ്റ്ലി ഫോർ ദ ഡെറ്റർ ലെഡ്ജർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെറ്റർ ലെഡ്ജറിൻ്റെ ആക്യുറസി കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് ട്രയൽ ബാലൻസ് എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. എന്തൊക്കെ വെച്ചിട്ട്? ഡെബിറ്റും ക്രെഡിറ്റും വെച്ചിട്ട് ഡെറ്റർ ലെഡ്ജറുടെ ആക്യുറസി കണ്ടുപിടിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണം. അടുത്തത് എന്താണ്? 30ാമത്തത് വർക്കിംഗ് ഓഫ് സെൽഫ് ബാലൻസിങ് ഓഫ് ക്രെഡിറ്റർ ലെഡ്ജർ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് വർക്കിംഗ് ഓഫ് സെൽഫ് ബാലൻസിങ് ഓഫ് ഡെറ്റർ ലെഡ്ജർ ആയിരുന്നു. ഇനി നോക്കുന്നത് വർക്കിംഗ് ഓഫ് സെൽഫ് ബാലൻസിങ് ഇൻ ക്രെഡിറ്റർ ലെഡ്ജറാണ് നോക്കുന്നത്. എന്തൊക്കെയാണ്? ക്രെഡിറ്റ് ലെഡ്ജർ കണ്ടെയ്ൻസ് ദ പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് ട്രേഡ് ക്രെഡിറ്റർ ഉള്ളി. ട്രേഡ് ക്രെഡിറ്ററുമായി ബന്ധപ്പെട്ട അക്കൗണ്ട്സുകളാണ് ഇതിൽ വരുന്നത്. സെൽഫ് ബാലൻസിങ് ഓഫ് ജനറൽ അഡ്ജസ്റ്റ്മെൻറ്റ് ലെഡ്ജറിൽ വരുന്നത് ഏതുമായി ബന്ധപ്പെട്ട? ക്രെഡിറ്റേഴ്സ് ലെഡ്ജറുമായി ബന്ധപ്പെട്ട.
അതിൽ a general ledger adjustment account is inserted in the credit ledger for the purpose of making it self-balancing. The account provides the necessary corresponding debit and credit for all entries related to trade creditor. അപ്പോൾ ട്രേഡ് ക്രെഡിറ്ററുമായി ബന്ധപ്പെട്ട എല്ലാ എൻട്രീസും നമ്മൾ എവിടെയാണ് എഴുതുന്നത്? ക്രെഡിറ്റർ ലെഡ്ജറിലാണ് എഴുതുന്നത്. പിന്നെന്താണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങൾ എവിടെയാണ് എഴുതുന്നത്? ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പം ഇവിടെ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കടത്തിന് സാധനം തന്നു. അപ്പോൾ അവരുടെ അക്കൗണ്ട്സാണ് ഈ എന്താണ് ക്രെഡിറ്റ് ലെഡ്ജർ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ്സുകളെല്ലാം ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അക്കൗണ്ടിൽ കാണിക്കും. നെക്സ്റ്റ് നോക്കേണ്ടത് now identify the items which usually appear on the debit and credit side of the trade creditor. അപ്പോൾ ട്രേഡ് ക്രെഡിറ്ററുടെ ഡെബിറ്റ് ക്രെഡിറ്റ് സൈഡിൽ യൂഷ്വലി അപ്പിയർ ചെയ്യേണ്ട ഐറ്റംസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്താ പിന്നെ പറയുന്നത്? ഫോർ സെൽഫ് ബാലൻസിങ് ഓൾ ഐറ്റംസ് അപ്പിയർ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദി പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് ട്രേഡ് ക്രെഡിറ്റർ ഷുഡ് ബി റെക്കോർഡഡ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. അപ്പം ഒരു പേഴ്സണൽ അക്കൗണ്ട് ക്രെഡിറ്ററുടെ പേഴ്സണൽ അക്കൗണ്ട്സിൽ സാധാരണ ഡെബിറ്റ് സൈഡിൽ അപ്പിയർ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ അപ്പിയർ ചെയ്യുന്ന ഐറ്റം പേഴ്സണൽ അക്കൗണ്ട്. ആരുടെ പേഴ്സണൽ അക്കൗണ്ടാണ്? ക്രെഡിറ്ററുടെ ട്രേഡ് ക്രെഡിറ്ററുടെ പേഴ്സണൽ അക്കൗണ്ടിൽ അപ്പിയർ ചെയ്യുന്നത് നമ്മൾ ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസ് ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. ക്രെഡിറ്റ് സൈഡിൽ വരുന്നതെല്ലാം നമ്മൾ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റിൽ ക്രെഡിറ്റ് സൈഡിലാണ് ബാക്കിയുള്ള ഐറ്റംസ് ട്രേഡ് ക്രെഡിറ്ററുടെ ഐറ്റംസ് അപ്പിയർ ചെയ്യുന്നത്. എന്താണ് റെക്കോർഡഡ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ദ ക്രെഡിറ്റ് ലെഡ്ജർ ആൻഡ് ദോസ് അപ്പിയർ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഷുഡ് ബി റെക്കോർഡഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ്. നേരത്തെ നമ്മൾ വർക്കിംഗ് ഓഫ് ട്രേഡ് ഡെറ്ററുടേത് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ എന്താണ് തിരിച്ചാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. ആഫ്റ്റർ പാസിംഗ് ദ ജേണൽ എൻട്രി ഇത് ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടായിട്ടാണ് മാറുന്നത്. ഇപ്പോൾ ജേണൽ എൻട്രി പാസ് ചെയ്തിട്ട് ബാക്കി നമ്മൾ എൻഡിലാണ് നമ്മൾ എന്ത് എഴുതുന്നത്? അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ജേണൽ എൻട്രീസ് എഴുതുന്നത്. സോ ആഫ്റ്റർ പാസിംഗ് ദ ജേണൽ എൻട്രി ഇത് ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. നെക്സ്റ്റ് എന്താ പറയുന്നത്? 31 വർക്കിംഗ് ഓഫ് സെൽഫ് ബാലൻസിങ് ഓഫ് ജനറൽ ലെഡ്ജറുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് സെൽഫ് ബാലൻസിങ് ഓഫ് സെൽഫ് ബാലൻസിങ് എങ്ങനെ ജനറൽ ലെഡ്ജറിൽ വർക്ക് ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. ജനറൽ ലെഡ്ജർ കണ്ടെയ്ൻസ് ഓൾ റിയൽ അക്കൗണ്ട്സ് ആൻഡ് നോമിനൽ അക്കൗണ്ട്സ്. ഇപ്പോൾ ജനറൽ ലെഡ്ജറിൽ എന്തൊക്കെയാണ് വരുന്നത്? എല്ലാ റിയൽ അക്കൗണ്ട്സുകളും, അതായത് അസറ്റ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, പിന്നെന്താ നോമിനൽ അക്കൗണ്ട്സ് എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സ്, അങ്ങനെയൊക്കെ വരുന്നതാണ് ജനറൽ ലെഡ്ജർ അക്കൗണ്ട്സിൽ വരുന്നത്. ദ ട്രാൻസാക്ഷൻ റെക്കോർഡഡ് ഇൻ ജനറൽ ലെഡ്ജർ ബോത്ത് ദ ഡെബിറ്റ് ആൻഡ് ദ ക്രെഡിറ്റ് ആസ്പെക്റ്റ് വുഡ് അപ്പിയർ ഇൻ ദ ലെഡ്ജർ ഇറ്റ് സെൽഫ്. അപ്പോൾ ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു ജനറൽ ലെഡ്ജർ ബോത്ത് എന്താണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്റ്റും നമ്മൾ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ട്രാൻസാക്ഷൻസ് ഓഫ് ദി പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് ട്രേഡ് ഡെറ്റർ ആൻഡ് ട്രേഡ് ക്രെഡിറ്റർ only one aspect such transaction appear in the general ledger and other in the debtor ledger or creditor ledger. പക്ഷെ നമ്മൾ ജനറൽ ലെഡ്ജറിൽ രണ്ടും ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും നമ്മൾ ബാലൻസ് എഴുതും. പക്ഷേ ഒരു ട്രേഡ് ഡെറ്ററുടെ കേസിലോ ട്രേഡ് ക്രെഡിറ്ററുടെ കേസിലോ only one ആസ്പെക്റ്റ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? എൻട്രി ചെയ്യുള്ളൂ. ബാക്കി നമ്മൾ എവിടെയാണ് പോകുന്നത്? ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സിൽ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നത്. അപ്പം നമ്മൾ ജനറൽ ലെഡ്ജറിൽ രണ്ട് ആസ്പെക്റ്റും എൻട്രി ചെയ്യും. ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും എൻട്രി ചെയ്യും. പക്ഷേ നമ്മൾ ട്രേഡ് ഡെറ്റർ അക്കൗണ്ട്സിലും ട്രേഡ് ക്രെഡിറ്റർ ലെഡ്ജറിലും നമ്മൾ ഏതെങ്കിലും one ആസ്പെക്റ്റ് മാത്രമേ എൻട്രി ചെയ്യത്തുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് here for the balancing of ledger it become necessary to provide their corresponding debit and credit for all entries related to trade debtor and the trade creditor. ഒരു സെൽഫ് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ട്രേഡ് ഡെറ്ററുടെ ആണെങ്കിലും ട്രേഡ് ക്രെഡിറ്ററുടെ ആണെങ്കിലും എന്താണ് ബോത്ത് നമുക്ക് വേണം, ഡെബിറ്റും വേണം ക്രെഡിറ്റും വേണം ബാലൻസസ്. ഫോർ ദിസ് പർപ്പസ് the debtor ledger adjustment account and the creditor ledger adjustment accounts in general ledger is opened. അപ്പോൾ
അതിനു വേണ്ടി നമ്മൾ രണ്ട് ആസ്പെക്റ്റും കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ഓപ്പൺ ചെയ്യുന്നത്, ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സുകൾ നമ്മൾ രണ്ടിനും ഓപ്പൺ ചെയ്യുന്നത്. ഇൻഫാക്റ്റ് ദീസ് ടു അക്കൗണ്ട്സ് വിൽ ഓട്ടോമാറ്റിക്കലി ബി ഓപ്പൺഡ് വെൻ ജേണൽ എൻട്രീസ് ആർ പാസ്ഡ് ഫോർ ഓപ്പണിംഗ് ദ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഇൻ ദ ഡെബിറ്റ് ആൻഡ് ദ ക്രെഡിറ്റ് ലെഡ്ജേഴ്സ്. അപ്പോൾ നമ്മൾ ഈ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ എന്തിടണം, ഓപ്പണിംഗ് ജേണൽ എൻട്രി പാസ് ചെയ്യണം. എന്തിനൊക്കെയാണ്, രണ്ട് അക്കൗണ്ട്സിനും ഡെറ്റർ ലെഡ്ജറിനും നമ്മൾ എന്തിടണം, ഓപ്പണിംഗ് ജേണൽ എൻട്രി പാസ് ചെയ്തിട്ടാണ് നമ്മൾ ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ അടുത്ത് എന്താ പറയുന്നത്, Thus the debtor ledger adjustment accounts and the creditor ledger adjustment account in the general ledger will be just revises of the general ledger adjustment accounts in debtor ledger and the general ledger adjustment account in the creditor ലെഡ്ജർ റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇവിടെ എന്താണ്, റിവൈസ്ഡ് ഫോർമാറ്റിലാണ് നമ്മുടെ ഡെറ്റർ ലെഡ്ജറിലും ക്രെഡിറ്റർ ലെഡ്ജറിലും വരുന്ന റിവൈസ് ഫോർമാറ്റിലാണ് എവിടെ എഴുതുന്നത്, ജനറൽ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സുകളിൽ ഐറ്റംസ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 32, വാട്ട് യു മീൻ ബൈ സെക്ഷണൽ ബാലൻസിങ്? എന്താണ് സെക്ഷണൽ ബാലൻസ്? അപ്പോൾ നമ്മൾ ഇത്രയും നേരം സെൽഫ് ബാലൻസിങ്ങിനെ പറ്റിയാണ്, ഇനി നമ്മൾ നോക്കുന്നത് സെക്ഷണൽ ബാലൻസിങ്ങിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ സെക്ഷണൽ ബാലൻസിങ് റെഫേഴ്സ് ടു എ സിസ്റ്റം അണ്ടർ വിച്ച് ഓൺലി വൺ സെക്ഷൻ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ലെഡ്ജർ ഈ സെൽഫ് ബാലൻസ്. അപ്പോൾ അവിടെ എന്താണ്, ഓൺലി വൺ ഗ്രൂപ്പ് ഓഫ് ലെഡ്ജർ മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ സെൽഫ് ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ ജനറൽ ലെഡ്ജർ, അപ്പം സെക്ഷണൽ ബാലൻസിൽ നമ്മൾ ജനറൽ ലെഡ്ജർ മാത്രമാണ് ട്രയൽ ബാലൻസ് എഴുതി പ്രിപ്പയർ ചെയ്ത് അതിനെ ആക്യുറസി നോക്കുന്നത്. എന്തിൻ്റെ മാത്രം, ജനറൽ ലെഡ്ജറിൻ്റെ മാത്രം എടുത്ത് ചെയ്യുന്ന ബാലൻസിങ്ങിനെ പറയുന്ന പേരാണ് സെക്ഷണൽ ബാലൻസിങ് എന്ന്. അപ്പോൾ സെക്ഷണൽ ബാലൻസിൽ ഓൺലി എ സെക്ഷൻ ഓഫ് ദി ഗ്രൂപ്പ് ഓഫ് ലെഡ്ജർ ഈസ് സെൽഫ് ബാലൻസിങ് അണ്ടർ ദ സിസ്റ്റം ഓൺലി ജനറൽ ലെഡ്ജേഴ്സ് ഈസ് മെയ്ഡ് ടു ബി ബാലൻസ്. അപ്പോൾ ഈ സെക്ഷണൽ ബാലൻസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബിഗ് അല്ലെങ്കിൽ ലാർജ് അല്ലെങ്കിൽ ബിഗ് ജെയിൻറ്റ് വലിയ ഫേംസുകളാണ്. വലിയ ഫേംസുകളാണ് നമ്മൾ ഈ ടൈപ്പ് ഓഫ് അക്കൗണ്ട്സുകൾ മാനേജ് ചെയ്യുന്നത് സെക്ഷണൽ ബാലൻസിങ് വഴിയാണ്. വലിയ ഫേമുകൾ അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ അവർ ജനറൽ ലെഡ്ജറിൽ വരുന്ന ഏതെങ്കിലും ഒരു ഡെബിറ്റ് ബാലൻസോ ക്രെഡിറ്റ് ബാലൻസോ മാത്രം എടുത്ത് ബാലൻസ് ചെയ്യും. നെക്സ്റ്റ് 33, ഇഫ് എ ഫേം വിച്ച് യൂസസ് 3 ലെഡ്ജേഴ്സ്, ഡെറ്റർ ലെഡ്ജർ, ക്രെഡിറ്റർ ലെഡ്ജർ ആൻഡ് ജനറൽ ലെഡ്ജർ, മേക്സ് ഓൺലി വൺ ലെഡ്ജർ സെൽഫ് ബാലൻസിങ് നോർമലി ദ ജനറൽ ലെഡ്ജർ, ഇറ്റ് വിൽ ബി കോൾഡ് സെക്ഷണൽ ബാലൻസിങ് സിസ്റ്റം. അപ്പോൾ സെക്ഷണൽ ബാലൻസിങ് സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ 3 ലെഡ്ജേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ഡെറ്റർ ലെഡ്ജർ, ക്രെഡിറ്റർ ലെഡ്ജർ ആൻഡ് ജനറൽ ലെഡ്ജർ. അപ്പോൾ ഇതിലേതെങ്കിലും ഓൺലി വൺ ലെഡ്ജർ മാത്രം നമ്മൾ എടുത്ത് ബാലൻസ് ചെയ്യുന്നതിനെ നോർമലി ജനറൽ ലെഡ്ജേഴ്സ് ആയിരിക്കും എടുത്ത് ബാലൻസ് ചെയ്യുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സെക്ഷണൽ ബാലൻസിങ് എന്ന് നമ്മൾ പറയുന്നത്. കൂടുതലും വലിയ ഫേംസുകളാണ് ഈ ടൈപ്പ് ഓഫ് ബാലൻസിങ് ചെയ്യുന്നത്. അടുത്ത 34, അണ്ടർ സെക്ഷണൽ ബാലൻസിങ് സിസ്റ്റം ഓൺലി 2 അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം, അതായത് ഡെറ്റർ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടും ക്രെഡിറ്റർ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സും ആർ പ്രിപ്പയർഡ് ആൻഡ് ദേ ആർ കോൾഡ് കൺട്രോൾ അക്കൗണ്ട് ഓർ ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു 2 അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്സ് നമ്മൾ പഠിച്ചിട്ടില്ലേ, ഡെറ്റർ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടും ക്രെഡിറ്റർ ലെഡ്ജർ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ ഈ 2 അക്കൗണ്ട്സുകളെ എടുത്ത് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡിനെ പറയുന്ന പേരാണ് കൺട്രോൾ അക്കൗണ്ട് അഥവാ ടോട്ടൽ ഡെറ്റർ അക്കൗണ്ട് എന്ന്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കോൺട്രാ ബാലൻസിങ് എന്താണെന്നാണ് അടുത്തതിൽ പറയുന്നത്. അപ്പോൾ എന്താണ് കോൺട്രാ എൻട്രിയെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇത് കോൺട്രാ ബാലൻസിങ് ആണ്. അപ്പോൾ എന്താണ് ഇത്, പർച്ചേസ് ലെഡ്ജർ കണ്ടെയ്ൻസ് ദ ക്രെഡിറ്റ് ബാലൻസ് ആൻഡ് സെയിൽസ് ലെഡ്ജർ കണ്ടെയ്ൻസ് ദ ഡെബിറ്റ് ബാലൻസ്. പർച്ചേസ് ലെഡ്ജേഴ്സിന് എപ്പോഴും എന്ത് ബാലൻസ് ആയിരിക്കും, ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. സെയിൽസ് ലെഡ്ജറിനോ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ബട്ട് സംടൈംസ് ദെയർ മേ ബി എ ഡെബിറ്റ് ബാലൻസ് ഓഫ് സ്മോൾ അക്കൗണ്ട്സ് ഇൻ പർച്ചേസ് ലെഡ്ജർ ആൻഡ് സ്മോൾ ബാലൻസ് ഇൻ സെയിൽസ് ലെഡ്ജർ. അപ്പോൾ ചില സമയത്ത് എന്താണ്, ചെറിയൊരു ഡെബിറ്റ് ബാലൻസോ ക്രെഡിറ്റ് ബാലൻസോ വന്നു കഴിഞ്ഞാൽ ഇൻ സച്ച് കേസസ് ബോത്ത് ആർ ബ്രോട്ട് ഫോർവേഡ് ടു ദ അഡ്ജസ്റ്റിംഗ് അക്കൗണ്ട്സ്. അപ്പോൾ ഏതെങ്കിലും ചില സമയത്ത് മാത്രം ഇത് ബാലൻസ് തിരിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ആ ബാലൻസ് എങ്ങോട്ട് ബോട്ട് ഫോർവേഡ് ചെയ്യും, ഫോർവേഡ് ടു അഡ്ജസ്റ്റിംഗ് അക്കൗണ്ട്സ്. അപ്പോൾ അങ്ങനെ ബാലൻസ് ഫോർവേഡ്
ഫോർവേഡ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, കോൺട്രാ ബാലൻസിങ് എന്ന് പറയുന്നത്. അക്കൗണ്ട്സ് ബാലൻസ് തിരിഞ്ഞു വന്നാൽ, ഇപ്പോൾ പർച്ചേസ് ലെഡ്ജറിൻ്റെ ബാലൻസ് നമുക്കറിയാം ക്രെഡിറ്റ് ബാലൻസ് ആണ്, സെയിൽസ് ലെഡ്ജറിന് നമുക്കറിയാം ഡെബിറ്റ് ബാലൻസ് ആണ്. സംടൈംസ് എന്ത് ചെയ്യാം, ഒരു ചെറിയ അക്കൗണ്ട്സിലോട്ട് നമ്മൾ എന്ത് ചെയ്യാം, തിരിയാം. സംടൈംസ് ദെയർ മേ ബി എ ഡെബിറ്റ് ബാലൻസ് ഇൻ സ്മോൾ അക്കൗണ്ട്സ് ഓഫ് പർച്ചേസ് ലെഡ്ജറും സംടൈംസ് എ സ്മോൾ ബാലൻസ് ഇൻ സെയിൽസ് ലെഡ്ജർ. അങ്ങനെ വരുന്ന സ്മോൾ ബാലൻസുകളെ നമ്മൾ എന്തിലോട്ട് മാറ്റുന്നുണ്ട്, ഒരു അഡ്ജസ്റ്റിംഗ് അക്കൗണ്ട്സിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാറ്റുന്ന ബ്രോഡ് ഫോർവേഡ് ഇൻ അഡ്ജസ്റ്റിംഗ് അക്കൗണ്ട്സ്, അപ്പോൾ അങ്ങനെ മാറ്റുന്ന അഡ്ജസ്റ്റിംഗ് അക്കൗണ്ട്സിനെ പറയുന്ന പേരാണ് എന്ത്, കോൺട്രാ ബാലൻസിങ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഇതിൽ നമുക്ക് നോക്കാനുള്ളത്. ഇന്ന് പഠിച്ചത് നമ്മൾ വർക്കിംഗ് ആണ്. വർക്കിംഗ് ഓഫ് എന്തിൻ്റെയൊക്കെ വർക്കിംഗ് ആണ് നമ്മൾ പഠിച്ചത്, ഡെറ്റർ ലെഡ്ജേഴ്സിൻ്റെയും ക്രെഡിറ്റർ ലെഡ്ജറിൻ്റെയും വർക്കിംഗ്, സെൽഫ് ബാലൻസിങ് ആണ് നമ്മൾ പഠിച്ചത്. എങ്ങനെയാണ് സെൽഫ് ബാലൻസ് ചെയ്യുന്നത്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പഠിച്ചു. പിന്നെ നമ്മളൊരു പഠിച്ചത്, ഇത് കൺട്രോൾ അക്കൗണ്ട്സും ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ടും പിന്നെ കോൺട്രാ ബാലൻസിങ്ങും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. താങ്ക് യു.